അതെ. ആ VIP പാസിനാണെങ്കിൽ 500 റിയാൽ തന്നെ വരും. അത് വരും. അതെന്താ വെച്ചാൽ VIP പാസ് എന്ന് പറഞ്ഞാൽ VIP കൂടെ ഇരിക്കുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്ന പരിപാടി കണ്ടൂടെ. ഞാൻ പറഞ്ഞു വെച്ചാല് അത് ഈ ഭക്ഷണത്തിന് അത്രയൊന്നും വരില്ല. അത് കാര്യം ശരി തന്നെ. പിന്നെ ഈ നാട്ടിൽ നിന്ന് സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന്. അതെ അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആലോചിക്കും നിങ്ങള്. പൈസ മുഴുവൻ അഡ്വാൻസ് വേണ്ടി വരും. പാസൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ. പാട്ട് കേൾക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് കയറണോ? ഒരു കാസറ്റ് വാങ്ങി കേട്ടാ പോരെ? പിന്നെ മിമിക്സ് പരേഡിലുണ്ടാ ഞാനൊരു ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി നീ ത്യാഗമൊന്നും ചെയ്യണ്ട. സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. നീയേ ഒരു 50 റിയാലും എടുക്കും മോനെ. എന്നാ പിടി. ഇപ്പൊ തന്നെ വേണോ? വേണം, ഇല്ലെങ്കിൽ നാളെ നീയൊക്കെ കാലു മാറും. പോരട്ടെ. അസരം ഭായി ഒരു 50 റിയാല്. വരുന്ന വെള്ളിയാഴ്ചയാണ് ഗാനമേളയും മിമിക്സ് പരേഡും. പോടാ പോടാ. സോറി, കലാവാസനയില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടാ. അല്ലെങ്കിലും അതൊക്കെ കണ്ടാസ്വദിക്കണമെങ്കിൽ ഒരു യോഗം വേണം. നീയൊക്കെ ജീവിതം വായിച്ചു തീർക്കും. നിങ്ങളൊക്കെ മധുവിനെ കണ്ടു പഠിക്കൽ. മോനെ മധു, നീ ഒരു 50 റിയാലും എടുക്കും മോനെ. ഈ പരിപാടിയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാനായിട്ട് മാറി നിൽക്കുന്നില്ല. പക്ഷേ അബ്ബാസ്കയും ഒരു ടിക്കറ്റ് എടുക്കണം. അബ്ബാസ്ക ടിക്കറ്റ് എടുക്കണമെങ്കിലേ കൊളംബോ വഴി കരിപ്പൂരിലേക്ക് വിമാനം മലർന്ന് പറക്കണം. നീയേ അബ്ബാസ് ഖാൻ ഒരുമാതിരി ആക്കരുത്. എന്തോ നാട് എല്ലാരും കൂടി ഒരുമാതിരി. അബ്ബാസ് ഖാൻ, വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ഗാനമേളയും മിമിക്സ് പരേഡും. നമ്മുടെ അല്ല, സിനിമാക്കാരുടെ ഗാനമേളയും മിമിക്രി. ശരിയാണ്, പക്ഷേ നമ്മളാണല്ലോ അതൊന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടത്. മാത്രമല്ല ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്ന അവസരമുണ്ടല്ലോ, അത് നമ്മളായിട്ട് കളഞ്ഞു കുടിക്കുന്നത്. നീയൊക്കെ അല്ലാതെ തന്നെ ഒന്ന് കുളിച്ച് കണ്ടാൽ മതിയായിരുന്നു.